ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളി വിവാദത്തിൽ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടിയിരിക്കുകയാണ് പ്രതിപക്ഷം. നോട്ടീസ് നൽകിയാൽ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് സർക്കാർ അറിയിച്ചിട്ടും പ്രതിപക്ഷത്തിന് മറുപടി ഉണ്ടായില്ല. സഭാ നടപടികൾ തുടങ്ങിയ ഉടൻ തന്നെ ബഹളം വെച്ച് പുകമറ സൃഷ്ടിക്കാൻ തന്നെയായിരുന്നു UDFന്റെ ശ്രമം. ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്തതിന്റെ റെക്കോർഡ് ഈ നിയമസഭയ്ക്കാണ്. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ 4 തവണ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തു. 17 അടിയന്തര പ്രമേയങ്ങൾ ഈ നിയമസഭയുടെ കാലയളവിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തിരുന്നു. വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയങ്ങൾക്ക് അവതരണ അനുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കൊണ്ടുവന്ന പ്രമേയങ്ങളെല്ലാം പ്രതിപക്ഷത്തിന് തന്നെ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് കേരളം മുഴുവനായി കണ്ടത്. വലതു മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നടത്തുന്ന പ്രചാര വേലകളെ തെളിവ് സഹിതം തുറന്നു കാട്ടാനുള്ള അവസരമായി ചർച്ചകളെ ഭരണപക്ഷം ഉപയോഗപ്പെടുത്തുകയായിരുന്നു. തുടർച്ചയായ തിരിച്ചടികളുടെ ക്ഷീണം കൊണ്ട് ഇത്തവണ ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ പിൻവലിയാനാണ് ഇന്ന് UDF തീരുമാനിച്ചത്. മുൻകൂട്ടി തയ്യാറാക്കി കൊണ്ടുവന്ന ബാനറുകൾ കൊണ്ട് സ്പീക്കറുടെ ഡയസ് മറയ്ക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപൂർവമായ തരത്തിൽ ചോദ്യോത്തര വേള തന്നെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. ചോദ്യോത്തര വേള തടസ്സപ്പെടുത്തുന്നതിന് ജനങ്ങളോടുള്ള അനാദരവാണ് എന്ന് സ്പീക്കർ AN ഷംസീർ ആവർത്തിച്ചിട്ടും പ്രതിപക്ഷം ബഹളം തുടരുകയായിരുന്നു. സർക്കാർ ചർച്ചയ്ക്ക് എടുത്താൽ ചെമ്പ് വെളിച്ചത്താകും എന്ന് പേടിച്ചിട്ടാണ് പ്രതിപക്ഷം നോട്ടീസ് നൽകാതിരുന്നത് എന്ന് മന്ത്രി MP രാജേഷും പറയുകയുണ്ടായി. പ്രധാനപ്പെട്ട വിഷയമാണ് എങ്കിലും ഒരു നോട്ടീസെങ്കിലും കൊടുക്കാനുള്ള പാർലമെന്ററി മര്യാദ പ്രതിപക്ഷം കാണിച്ചില്ല. പുകമറ നിലനിർത്തണം എന്ന് മാത്രമാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്. തെറ്റ് ചെയ്തവർ ആരായാലും അവരെ കൈവിലങ്ങ് അണിയിച്ച് തുറങ്കിൽ അടച്ച ചരിത്രമാണ് ഈ സർക്കാരിൻ്റെത്. ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും ജനാധിപത്യ ബോധവും സർക്കാരിനുണ്ട് എന്ന് മന്ത്രി പറയുകയാണ്. തെറ്റ് ചെയ്തവരെ മറച്ചുവെക്കാനും ചർച്ച ഒഴിവാക്കാനുമാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്നും മന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കുകയാണ്. നിയമസഭയിൽ ചോദ്യോത്തര വേളയിൽ പ്രതിപക്ഷം ദേവസ്വം മന്ത്രിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ അപലപനീയമാണ് എന്ന് മന്ത്രി V ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടുകയാണ്. ദേവസ്വം വകുപ്പ് മന്ത്രിയെ കള്ളൻ എന്ന് ആവർത്തിച്ച് അഭിസംബോധന ചെയ്തത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. എത്ര ശക്തമായ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കിടയിലും ഇത്തരം നിലവാരം കുറഞ്ഞ പദപ്രയോഗങ്ങൾ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ്. യാതൊരു തെളിവിന്റെയും അടിസ്ഥാനമില്ലാതെയാണ് പ്രതിപക്ഷ അംഗങ്ങൾ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് തികച്ചും അപലപനീയം തന്നെയാണ്. നിയമസഭയിൽ സ്പീക്കറുടെ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ പ്രതിപക്ഷം ബാനറുകൾ ഉയർത്തിയപ്പോൾ സ്പീക്കറെ കാണാൻ സാധിക്കുന്നില്ല എന്ന വസ്തുതാപരമായ ഒരു കാര്യം മാത്രമാണ് താൻ സൂചിപ്പിച്ചത്. സഭാരേഖകൾ പരിശോധിച്ചാൽ ആർക്കും ഇത് വ്യക്തമാകും. എന്നാൽ ഈ പരാമർശത്തിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് തനിക്കെതിരെ ക്ഷുഭിതനാവുകയും തന്നെ പഠിപ്പിക്കാൻ വരേണ്ട എന്ന് ആക്രോശിക്കുകയുമാണ് ചെയ്തത്. പ്രതിപക്ഷ നേതാവിനെ പഠിപ്പിക്കാൻ താൻ ആളല്ല. എന്നാൽ അദ്ദേഹം ഓരോ വിഷയത്തിലും ഇടപെട്ട് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്ന ശൈലിയാണ് സ്വീകരിക്കുന്നത് എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു.